ഇങ്ങനെ ഇരുന്ന് ഭഗവത് കഥ പറയാനും അത് കേൾക്കാനും ഒരു ഭാഗ്യം ഭഗവാൻ തന്നില്ലേ? ഇതൊക്കെ മതി, ഇത്രയൊക്കെ മതി, ഇതിലും വലിയ സുഖമൊന്നും ഇനി കിട്ടാനില്ല കൃഷ്ണ എന്ന് പറയാ. അതുപോലെ ആയിരിക്കണം നമ്മുടെ പ്രാർത്ഥന. ജടായുവിനെ മരിപ്പിക്കുകയാണ് ശ്രീരാമചന്ദ്രൻ. എന്താ പറഞ്ഞ്? സന്തതമന്തർഭാഗേ വസിച്ചിടുക വേണം. ഇതിനുള്ളിലാണേ, പുറത്തൊന്നും ഒന്നുമില്ല. ഇന്ദിരുമേനി ഘനശ്യാമളമഭിരാമം അന്ത്യകാലത്തിങ്കലീ വണ്ണം കാണായ മൂലം ബന്ധവും മറ്റു മുക്തനായേൻ ഞാൻ എന്നു നൂനം. ഉറപ്പിക്കാണ്, എനിക്ക് മോക്ഷം കിട്ടി അങ്ങയെ കണ്ടതുകൊണ്ട്. അങ്ങനെ തന്നെ ചിന്തിക്കണം. ഈശ്വര കഥകൾ കേൾക്കാൻ ഒരു ഗ്രന്ഥത്തിന് മുന്നിലേ നിങ്ങൾ എത്തിച്ചു ശ്രീ ഭഗവതി എങ്കിൽ അമ്മ നിങ്ങളെ അനുഗ്രഹിച്ചു എന്ന് ഉറച്ചങ്ങോട്ട് വിശ്വസിക്കുക. കണ്ണുനീർ വാർത്തു ഭക്തവാത്സല്യ പരവശാൽ അർണോജനേത്രൻ പിതൃമിത്രമാം പക്ഷീന്ദ്രന്റെ ഉത്തമാംഗത്തെടുത്തുത്സംഗ സിംനി ചേർത്ത്. ആ പക്ഷീന്ദ്രനെ, ഉത്തമാംഗം എന്ന് പറഞ്ഞ തല, എടുത്ത് ചേർത്തു, ആശ്ലേഷിച്ചു. എന്നിട്ട് സോദരനായ ലക്ഷ്മണനോട് പറയാ, ഒരു മനുഷ്യന് എങ്ങനെയാണോ അന്ത്യേഷ്ടി ചെയ്യേണ്ടത്, അന്ത്യേഷ്ടി കർമ്മങ്ങൾ ചെയ്യേണ്ടത്, അതുപോലെ ആ ജടായു എന്ന പക്ഷിശ്രേഷ്ഠന് വേണ്ടി ശ്രീരാമചന്ദ്രൻ ചെയ്യ. കാഷ്ടങ്ങൾ കൊണ്ടുവന്നു നല്ലൊരു ചിത തീർത്തു കൂട്ടണം അഗ്നി സംസ്കാരത്തിനു വൈകിടാതെ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഒരു പക്ഷിയായിട്ട് പോലും ജടായുവിന് അപ്പൊ എന്താ, പുരുഷ സ്ത്രീ ജാതി നാമാദികളല്ല, ഭക്തി മാത്രം ഉണ്ടായാൽ മതി. അങ്ങയുടെ അച്ഛൻ്റെ സുഹൃത്തായിരുന്നു, അങ്ങയുടെ ഭക്തനാണ് ഞാൻ ശ്രീരാമചന്ദ്ര എന്ന് പറഞ്ഞതേ ഉള്ളൂ. ചിത തീർക്കാൻ വേണ്ടി ലക്ഷ്മണനോട് കാഷ്ടങ്ങൾ എന്ന് പറഞ്ഞ വിറകുകൾ കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പൊ എത്ര കാരുണികനാണ് ഭഗവാൻ എന്ന് ചിന്തിക്കണം. എന്നിട്ട് എന്തൊക്കെയാ ചെയ്യുന്നേ നോക്കൂ. അതിലൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കണ്ട കേട്ടോ. ലക്ഷ്മണൻ അതു കേട്ടു ചിതയും തീർത്തിയിടിനാൻ തൽക്ഷണം കുളിച്ചു സംസ്കാരവും ചെയ്തു. നമ്മളും അങ്ങനെ തന്നെയല്ലേ ചെയ്യാറുള്ളത്? കുളിച്ചു വന്ന് ഈറനുടുത്ത് സംസ്കാര കർമ്മങ്ങൾ ചെയ്തു. എന്നിട്ട് വീണ്ടും കുളിക്കും. സ്നാനവും കഴിച്ചു ദഗക്രിയാദിയും ചെയ്തു. കാനനേ തത്ര മൃഗം വധിച്ചു മാംസഖണ്ഡം പുല്ലിന്മേൽ വച്ചു ജലാദികളും നൽകിയിടിനാൻ. അല്ലെ, നമ്മളെല്ലാവരും അത് തന്നെ ചെയ്യാ. എന്തൊരു ഭക്ഷണമാണോ നമ്മൾ കഴിക്കുന്നത്, അതാണ് നമ്മൾ ചോറുരുള വെക്കാറില്ലേ, പിണ്ടം പറഞ്ഞിട്ട് 32 തലമുറയ്ക്കാണ് നമ്മൾ പിണ്ടം വെക്കുക. നമ്മൾ കണ്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ? ഇല്ല. പക്ഷെ നമുക്കറിയാം ഒരുപാട് പൂർവികർ നമുക്ക് ഉണ്ടായിരുന്നു. അവർക്ക് വേണ്ടി നമ്മൾ അന്ത്യേഷ്ടി കർമ്മങ്ങൾ ചെയ്യുന്നു.